നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കെ രമ. പ്രശ്നം ലാഘവത്തോടെ എടുക്കുകയാണ് സർക്കാർ എന്ന് രമ ആരോപിച്ചു. മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് ഇതിന് ഉദാഹരണമെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് രമ പറഞ്ഞു. പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടി എടുക്കാത്തതും കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതും ചർച്ചയിൽ ഉയർന്നുവന്നു. അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് പകരം മറുപടിയുമായി എത്തിയത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജാണ് എന്നതാണ് ഇതിന് ന്യായീകരണമായി ഭരണപക്ഷം ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതായും അവർ വ്യക്തമാക്കി. കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും വീണ അറിയിച്ചു. പൂച്ചാക്കലിൽ പട്ടാപ്പകൽ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച പ്രതി CPM-കാരനാണെന്ന് കെ രമ ആരോപിച്ചു. കുസാറ്റിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് CPM അനുഭാവിയായ അധ്യാപകനാണ്. കാലടി കോളേജിൽ പെൺകുട്ടിയുടെ ചിത്രം അശ്ലീല സൈറ്റിൽ പ്രചരിപ്പിച്ചത് SFI-കാരനായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. KCA കോച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ സർക്കാർ പൂഴ്ത്തിവെച്ചെന്നും അവർ കുറ്റപ്പെടുത്തി. ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമം. ഇരയ്ക്കൊപ്പം എന്നു പറഞ്ഞു വേട്ടക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുകയാണെന്നും രമ പറഞ്ഞു. സർക്കാരിന് കുറ്റകൃത്യങ്ങളോട് ഒരൊറ്റ നിലപാടേയുള്ളൂ എന്നും ഇത്തരം സംഭവങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. CPM പ്രതികളെ സംരക്ഷിക്കുന്നില്ല. KCAയിൽ കുട്ടികളെ പീഡിപ്പിച്ച കോച്ച് ഇപ്പോൾ ജയിലിലാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് താനും സൈബർ ആക്രമണത്തിന് ഇരയായതായും അവർ പറഞ്ഞു. ഇടത് നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്ക് കോൺഗ്രസ് പിന്നീട് പദവി നൽകി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ മോർഫ് ചെയ്തു ചിത്രം പ്രചരിപ്പിച്ചു. വടകരയിൽ KK ശൈലജയ്ക്കെതിരെ RMP നേതാവ് പറഞ്ഞത് എന്താണെന്നും അവർ ചോദിച്ചു. കാപ്പ കേസിൽ പ്രതിയായ ആളെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആളാണ് നിലപാട് പഠിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.